ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെ എല്ലാ വാർഡുകളിലും ജനശബ്ദം സഞ്ചരിച്ചു വരികയാണ്. അതിന്റെ ഭാഗമായി നാം ഇന്ന് എത്തിയിരിക്കുന്നത് ഇടവക്കോട് വാർഡിലാണ്. ഈ നാടിന്റെ ശോചനീയാവസ്ഥയും വികസന പ്രവർത്തനങ്ങളും നമുക്കിവിടുത്തെ ജനങ്ങളോട് തന്നെ ചോദിച്ചറിയുക എന്നതാണ് ജനശബ്ദത്തിന്റെ ലക്ഷ്യം. നഗരസഭാ കോർപ്പറേഷൻ സമ്പൂർണ്ണ പരാജയമാണ്. ആളുകളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു മാജിക്കാണ് ഈ കോർപ്പറേഷനും ഈ ഗവൺമെൻറ്റും തുടരുന്നത്. വിശേഷം നമ്മൾ പോകുന്ന റോഡുകളെല്ലാം നോക്കിയാൽ നമുക്ക് തന്നെ മനസ്സിലാവും, കുണ്ടും കുഴിയുമാണ്. ഞാൻ പോലും 8 പ്രാവശ്യം ഈ റോട്ടിൽ വീണു, എൻ്റെ മുട്ടുപോയി, 2 ആഴ്ച ഹോസ്പിറ്റലിൽ കിടന്നു. എന്താ ഇന്ന് ഈ റോഡിൻ്റെ ശോചനീയ അവസ്ഥ? നമ്മളെല്ലാം ടാക്സ് കൊടുക്കുന്നവരല്ലേ, നമ്മളെല്ലാം ഈ മണ്ണിൽ ജനിച്ചവർ ജീവിക്കുന്നവരല്ലേ? ഇവർക്ക് ടാക്സ് മാത്രം വർഷാവർഷങ്ങൾ കൂട്ടിക്കൊണ്ടിരുന്നാൽ മതിയോ? ചേന്തി മാവർത്തിലക്കണ റോഡാണ്. ഒരു 11 മാസത്തോളമായി ഇതുവരെ നമുക്ക് ഈ റോഡ് ഇതുവരെ ശരിയായിട്ടില്ല. ആശുപത്രി കൊണ്ടുപോലും പോകാൻ പറ്റാത്ത കണ്ടിട്ടില്ല ഈ റോഡ് കിടക്കുന്നത്. കൗൺസിലറെ കേരളത്തിൽ അറിയിച്ചിട്ടും ഇതൊന്നും വരാത്ത രീതിയിൽ കിടക്കുകയാണ്. 7 മണിക്ക് സ്കൂളിൽ പഠിക്കാൻ പോയപ്പോൾ ഒരു കൊച്ചു ഇതുപോലെ ഒരു വലിയ ട്രെഞ്ച് കുഴിവരെ എടുത്തിട്ട് കൊച്ചു അതിനകത്ത് വീണ് അത്ഭുതകരമായ ആ കൊച്ചു രക്ഷപ്പെട്ടു. ഒരു കൊല്ലം വരെയായി ഈ റോഡ് നടന്നു പോകാനോ വണ്ടി കയറാനോ ഒരു നിവൃത്തിയില്ല. വളരെ കഷ്ടപ്പെടുകയാണ്. ഒരു ദിവസം ഞാൻ അവിടെ മറിഞ്ഞു വീഴുന്നു. വാഹനങ്ങൾ പോന്തി പോകും, പിന്നെ ക്രെയിൻ കൊണ്ടൊന്നൊക്കെ ഒക്കെ എടുക്കണം. അവിടെ വെച്ച് നമുക്ക് സാധനം കൊണ്ടുവരാൻ പറ്റുന്നില്ല. 1.5 വർഷം കൊണ്ട് പ്രശ്നമാണ്. പോയി കൊണ്ടുവരാൻ പറ്റില്ല, ബാസ്റ്റ് വണ്ടി വരണില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആർക്കും ഒരു ഇതുമില്ല. ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പം MLA അവരൊക്കെ വന്ന് സംസാരിച്ചിട്ട് പോയെന്ന് പറഞ്ഞിട്ട് പിന്നെ സ്കൂളിൽ പോണ പിള്ളേരൊക്കെ മറിഞ്ഞടിച്ചാണ് വീണത്. അവിടെ വണ്ടികളത്രയും താന്ന് മഴ പെയ്താൽ പിന്നെ ഇവിടെ തൊളിയും കെട്ടി നടക്കാൻ പോലും പറ്റത്തില്ല. ഞങ്ങൾക്ക് മൊത്തം ദുരിതം. ഇവിടെ എത്രയോ പേര് വീണ് പെൺപിള്ളേരും അവരും കുട്ടികളും ഒക്കെ വീണിട്ടുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് കൂടെയും വലിയ പൈപ്പ് ഇതിനകത്ത് കയറ്റിയിട്ടുണ്ട്. അത് ഒരു ദുരിതമായിട്ട് മാറും. കാര്യം എന്ന് പറഞ്ഞാൽ ഒരു പൈപ്പ് പൊട്ടുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കംപ്ലീറ്റ് വെള്ളം കൊണ്ട് നിറയും. 1 വർഷത്തോളമായി ഈ റോഡിങ്ങനെ. അതുപോലെ തന്നെ അപ്പുറത്തെ റോഡ് എന്തെങ്കിലും ഒരു പരിഹാരം കാണാൻ ഇവിടുത്തെ കൗൺസിലറോ കൗൺസിലറെ വിളിച്ചു കഴിഞ്ഞാൽ ഇവിടെ വരത്തില്ല. ജനപ്രതിനിധിക്ക് ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറരുത്. കോർപ്പറേഷന് ഭീമകരമായ ഫണ്ടുകൾ അലോട്ട് ചെയ്യുന്നുണ്ട്. ഈ ഫണ്ടുകളെല്ലാം എങ്ങോട്ട് പോകുന്നു? അവർക്ക് ഇഷ്ടമുള്ളൊരു കോൺട്രാക്ടർ കൊടുക്കും, അവൻ ഒന്ന് പറിച്ചുവിടും, വീണ്ടും അവൻ മുങ്ങും, വീണ്ടും ആ റോഡ് കുളമാവും. ഈ ഇടവക്കോട് വഴി പോകുന്ന ഏതെങ്കിലും റോഡ് നല്ലതായിട്ടുണ്ടോ? പല വട്ടവും നമ്മൾ സഞ്ചരിച്ചിട്ടുണ്ട്. എപ്പോഴും എനിക്ക് വണ്ടിയിൽ നിന്ന് വീഴാനേ സമയമുള്ളൂ, ഹോസ്പിറ്റലിൽ പോകാനും വണ്ടിയിൽ പോകാൻ സമയമുള്ളൂ. അത് ഈ MLA ഒക്കെ വലിയ അനാസ്ഥ, ബിസിനസ് മൈൻഡാണ്. അതാണ് ഈ നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ ശാപം.